സയൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 28 ജൂണിൽ നമ്മളെടുത്ത എക്സാമിൻ്റെ സൊല്യൂഷൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ മുഴുവനായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വളരെ ചെറിയൊരു എക്സാം ആയിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും, കാരണം നമ്മളിപ്പോൾ ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകളൊക്കെ എടുത്തു പോകുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലർ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ചിലരുടെ പേപ്പറൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാവാത്തത് കുറേയൊക്കെ ഫീൽ ചെയ്തുവെങ്കിൽ പോലും ഒന്നും ക്വസ്റ്റ്യനൊന്നും ശരിക്കും വായിച്ച് മനസ്സിലാക്കാതെ ചെയ്തതുപോലെ ടീച്ചർക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 20 മാർക്കിനായിരുന്നു നമ്മൾ എക്സാം നടത്തിയത്, നമുക്കറിയാമല്ലോ. അപ്പോൾ എക്സാമിൽ മാർക്ക് അവരവർക്ക് കിട്ടി, നിങ്ങളെല്ലാവരും മാർക്കൊക്കെ കണ്ടു. ഓക്കെ, എക്സാമിന് എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ലൈഡിലേക്ക് പോകുന്നു. ആദ്യത്തെ സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇട്ടിരുന്നത് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? ചോദ്യം എങ്ങനെയായിരുന്നു? ഫൈൻഡ് 4/3 മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് അവിടെ ചോദ്യം വന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ aij = 3i - 4j. നമുക്ക് സ്റ്റേറ്റ് സിലബസിൽ എന്ത് തന്നെയായാലും എപ്പോഴും വരുന്ന മെട്രിക്സിലെ ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഒരു മെട്രിക്സിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചത്. ഒരുപാട് പേര് ശരിയാക്കി, എന്നാൽ ഒരുപാട് പേര് തെറ്റിച്ചു. ചിലർ ശരിയാക്കിയവരിൽ തന്നെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് 2.5 മാർക്ക്, ചിലർക്ക് 1/2 മാർക്ക്, ചിലർക്ക് 1 മാർക്ക് പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഇടാതെ പോയിട്ടുണ്ട് ചില കേസുകളിൽ. അതിപ്പോൾ നമുക്കായാലും പറ്റുന്ന ഒരു ചെറിയ മിസ്സിംഗ് ആണ് അത് വരുന്നത്. ഒരു എന്താ പറയുക, നമ്മളൊന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. ചിലരുടെ നമ്പേഴ്സിൽ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴുമുള്ള ഒരു ചെറിയ മിസ്സിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഒരു 4/3 മെട്രിക്സ് നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെ? 4/3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, അവിടെ 4 റോയും 3 കോളമാണ്. ചിലർ തിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 കോളം എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലി 4 ലൈൻസ്. ഇപ്പൊ നമ്മൾ എന്താ പറയുക, റൂൾഡ് ആയിട്ടുള്ള ആൻസർ ഷീറ്റ്സ് എടുക്കുക. ആ റൂൾഡ് എന്ന് പറഞ്ഞാൽ വരയുള്ള ആൻസർ ഷീറ്റുകൾ. ഈ വരയുള്ള ആൻസർ ഷീറ്റിൽ ആദ്യത്തെ 4 ലൈൻസ് ഇങ്ങനെ 4 ലൈൻസ് പോകുന്നില്ലേ, അതാണ് നമ്മുടെ റോ എന്ന് പറയുന്നത്. കോളം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വരക്കില്ലേ, നമ്മൾ പറയില്ലേ കള്ളി വരയ്ക്കുക, അല്ലെങ്കിൽ കോളംസ് വരയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് നമ്മുടെ കോളംസ്. അപ്പൊ റോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ലൈൻസ് ഓഫ് എ പേപ്പർ. ഒരു പേപ്പറിലുള്ള ലൈനുകളെയാണ് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് റോ എന്ന് വിളിക്കുന്നത്. കോളം നമ്മളിങ്ങനെ വരക്കില്ലേ, അതന്നെ നമ്മുടെ കോളംസ്. ഓക്കെ, ചിലർക്ക് അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരു മെട്രിക്സ് 4/3 ആയിക്കോട്ടെ, 3/4 ആയിക്കോട്ടെ, 2/3 ആയിക്കോട്ടെ, അവിടെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് റോയുടെ എണ്ണമാണ്. രണ്ടാമത് നമ്മൾ പറയുന്നതാണ് എന്ത്? കോളത്തിന്റെ എണ്ണം. അപ്പോൾ RC എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ പറയില്ലേ റോമൻ കാത്തലിക് എന്നൊക്കെ പറയുന്ന പോലെ, ഞാൻ അങ്ങനെയാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുള്ളത്, RC. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം റോസ് ആണ്. അപ്പൊ 4 റോസ് എന്ന് പറയുമ്പോൾ 4 വരെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. 3 കോളംസ് എന്ന് പറഞ്ഞാൽ 3 കള്ളിയായിട്ട് നമ്മൾ തിരിക്കണം. അപ്പൊ നമ്മൾ ബിങ്കോ കളിക്കുമ്പോൾ ഒരു 5/5 മെട്രിക്സ് ആണ് ആക്ച്വലി വരയ്ക്കുന്നത്. ഓക്കെ, മെട്രിക്സ് ആണ് അത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാണ്, നമ്പേഴ്സ് വെച്ചിട്ടുള്ള ടേബിൾ. ചിലപ്പോൾ ആ നമ്പറിന് പകരം വല്ല ആൽഫബറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ കോസ്, സൈൻ, അങ്ങനത്തെ വല്ല ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആയിരിക്കാം. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ നമ്പേഴ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നു, അത്രയേ ഉള്ളൂ മെട്രിക്സ്. മനസ്സിലാവണ്ട? അപ്പൊ ഈ ബിങ്കോ കളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ 25 നമ്പർ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് 5 റോസും 5 കോളംസും വരയ്ക്കും. ശരിയല്ലേ? 5 റോസ് പറയുമ്പോൾ ഇങ്ങനെ 5 കോളംസ് പറയുമ്പോൾ ഇങ്ങനെ ശരിയല്ലേ? അപ്പൊ നമ്മൾ ഹൊറിസോണ്ടലി 5ഉം വെർട്ടിക്കലി 5ഉം ലൈൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ആയി വന്നു. ആ ടേബിളാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? ബിങ്കോ കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് പറയുന്നത് ഒരു 4/3 മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 4 ഹൊറിസോണ്ടൽ ലൈൻസും 3 വെർട്ടിക്കൽ ലൈൻസും കൺസ്ട്രക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ ഫസ്റ്റത്തെ കോളം അല്ല, ഫസ്റ്റത്തെ എലമെന്റ്. ഈ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അവിടെ എന്താ വരുന്നത്? അത് ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിൽ നിൽക്കുന്ന ആള്. അതുപോലെ തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ എന്തുണ്ടാവുക? ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളത്തിൽ നിൽക്കുന്ന ആള്. അത് തൊട്ടപ്പുറത്ത് വരുമ്പോൾ എന്തുണ്ടാവുക? ഫസ്റ്റ് റോയില് 3ാമത്തെ കോളത്തിൽ നിൽക്കുന്ന ആള്. മനസ്സിലാവുണ്ടോ? അവിടെ വെച്ച് കഴിഞ്ഞു. കാരണം നമുക്ക് 3 കോളംസേ ഉള്ളൂ. അപ്പൊ നാച്ചുറലി നമ്മൾ എവിടേക്ക് വരണം?
സെക്കൻഡ് റോയിലേക്ക് വരണം. മനസ്സിലാവുണ്ടല്ലോ? സെക്കൻഡ് റോയിൽ വരുമ്പോൾ അത് രണ്ടാമത്തെ റോ ആയില്ലേ? രണ്ടാമത്തെ റോയിൽ ഫസ്റ്റത്തെ ആള്, അതുകൊണ്ട് A21 എഴുതണം. അടുത്ത് വരുമ്പോൾ A22, രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ ആള്, അടുത്ത് A23. ഇങ്ങനെ A23 കഴിയുമ്പോൾ നമുക്കറിയാം 3 കോളംസേ ഉള്ളൂ. അപ്പൊ അവിടെ വെച്ച് നിന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് വരണം. താഴേക്ക് വരുമ്പോൾ എന്തായി? മൂന്നാമത്തെ റോ ആയി. ശരിയല്ലേ? അപ്പൊ A31, A32, A33. നെക്സ്റ്റ് A41, A42, A43. ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ. ഒരു 4x3 മെട്രിക്സിന്റെ ബേസിക് സ്ട്രക്ചർ ഇത്ര മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് A11, എന്താണ് A12, എന്താണ് A13? ഇതൊക്കെ എലമെന്റ്സ് ആണല്ലേ? അവിടെ വരാവുന്ന നമ്പേഴ്സ്, ഇഷ്ടംപോലെ നമ്പേഴ്സ് ഒക്കെ അവിടെ വരാം. പക്ഷേ ഇവിടെ നമ്മളോട് കൃത്യമായ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? A11 കണ്ടുപിടിക്കുക, A12 കണ്ടുപിടിക്കുക, A13 കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നാണ് ടീച്ചറോട് എഴുതി വെച്ചിരിക്കുന്നത്. A11 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കണ്ടീഷൻ ഇങ്ങനെയാണ്: Aij = 3i - 4j. നമുക്കറിയണം I എന്ന് പറയുന്നത് ഈ A11ലെ 1 ഫസ്റ്റത്തെ 1ഉം J എന്ന് പറയുന്നത് രണ്ടാമത്തെ. ആ സബ്സ്ക്രിപ്റ്റ് നോക്കാം, താഴെയുള്ള 1 1 1 2. ഇപ്പൊ 2 3 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്നത് Iക്ക് പകരം 3 എന്ന് പറയുന്നത് Jക്ക് പകരമാണ് കൊടുക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടതാണ്. ഓക്കെ, അപ്പൊ എന്താ വരുന്നതായിരിക്കും? 3i - 4j. അപ്പൊ A11 വരുമ്പോൾ 3 × 1 - 4 × 1 = -1. അതെങ്ങനെയാ വന്നേ? 3 × 1 3 ആണ്, 4 × 1 4 ആണ്. 3 - 4 ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? -1 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത എന്താ നമുക്ക് സംഭവിച്ചിരിക്കണേ? A12. അപ്പൊ 3 × 1 - 4 × 2 എന്ന് വരും. അവിടെ I അതന്നെയാ വരിക, 1 തന്നെയാണ് വരിക. J എത്രയായിട്ട് മാറി? 2 ആയിട്ട് മാറി. കാരണം ഫസ്റ്റ് റോയിൽ രണ്ടാമത്തെ എലമെന്റ്. അത് ചെയ്തപ്പോൾ -5. അടുത്ത A13 ചെയ്തപ്പോൾ 3 × 1 - 4 × 3 3 - 12 അല്ലെ? 12 3 - ചെയ്യാം. അപ്പൊ എത്രയാണ്? -9 വന്നു. ഓക്കെ ആണല്ലോ? നാച്ചുറലി നമ്മൾ ബാക്കിയെല്ലാം ചെയ്തു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ -1 -5 -9 2 -2 -6 5 1 - 3 8 4 0 എന്ന് വരും. ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ ജസ്റ്റ് വായിച്ചു പോയത്. നിങ്ങൾ ഒന്നുകൂടി ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം റോ എന്ന് പറയുന്നതും കോളം എന്ന് പറയുന്നതും വ്യക്തമായി എന്താണെന്നുള്ളൊരു ഐഡിയ വേണം. ടീച്ചർ പറഞ്ഞത് മാത്രം ആലോചിക്കുക. ഒരു വരയുള്ള പേജ് എടുക്കുകയാണ്, ഒരു റൂൾഡ് പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ജസ്റ്റ് എന്തിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആ ലൈൻസ് ആണ് റോ. അതിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്, വെർട്ടിക്കലി വരയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കും കോളംസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം, റോയും കോളും. അപ്പൊ RC അതാണ് എന്തൊരു മെട്രിക്സിന്റെ ഓർഡർ. 3/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 റോയും 4 കോളംസും. ഇവിടെ 4/3 ആണ്. 2/5 എന്ന് പറഞ്ഞാൽ 2 റോ, അതായത് 2 ലൈൻസ് ഇങ്ങനെയും 5 എണ്ണം ഇങ്ങനെയും വരയ്ക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ബിങ്കോ കളി 5/5 അല്ലെ? 5/5 നമ്മൾ എങ്ങനെ ചെയ്യാം? 5 ലൈൻസ് ഇങ്ങനെ ഹൊറിസോണ്ടലി വരയ്ക്കണം, 5 ലൈൻസ് നമ്മൾ വെർട്ടിക്കലി വരയ്ക്കണം. അതൊരു 5/5 മെട്രിക്സ് ആണ്. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലെ? ഇത് ശരിയായിട്ടുണ്ടെങ്കിൽ, എല്ലാം ശരിയാണെങ്കിൽ ഫുൾ മാർക്കും, എന്തെങ്കിലും ഒരെണ്ണോ രണ്ടോ തെറ്റിയാണെങ്കിൽ അരമാർക്ക് 1 മാർക്കൊക്കെ അങ്ങനെ പോയിട്ടുണ്ടോ? ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാനേ. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് A + 4b and 2a - 3b where A is equal to matrix 1 2 3 0 -1 -3, b is equal to 0 -3/4 1 1/2 4 5. ഇതാണ് നമുക്ക് രണ്ട് മെട്രിക്സ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? A + 4b കണ്ടുപിടിക്കണം. അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കേട്ടോ. A + 4b ചെയ്യുമ്പോൾ എക്ക് യാതൊരു ചേഞ്ചും അവിടെ വരുന്നില്ല. A അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. പക്ഷേ ബി അവിടെ അതുപോലെ തന്നെയല്ല യൂസ് ചെയ്യുന്നത്. അതിനെ 4 കൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ 4 വെച്ച് ഒരു മെട്രിക്സിനെ അല്ലെങ്കിൽ ഒരു നമ്പർ വെച്ച് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ആ മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ബിയിലെ ഓരോ എലമെന്റ്സും 0യെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ 0 വന്നു. അതുപോലെ -3/4നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ 4ഉം 4ഉം എന്തായിട്ട് പോകും? ക്യാൻസൽ ചെയ്ത് പോകും, വെട്ടിപ്പോകും അല്ലെ? ബാക്കി 1നെ ചെയ്യുമ്പോൾ 1 × 4 4. ചിലർ ഇത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്.
ഓക്കെ, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. നമ്മൾ വിചാരിക്കും മെട്രിക്സ് വളരെ എളുപ്പമാണ്, പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്പർ വെച്ചുള്ള കളികളാണെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ വിട്ടാൽ അപ്പോൾ തെറ്റുപറ്റും, ഉറപ്പാണ്. പക്ഷെ അതേസമയം ഇപ്പോൾ നമ്മൾ ട്രിഗണോമെട്രി ആകുമ്പോൾ ശരി, നമ്മൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻ പഠിക്കാത്തതിന്റെ പേരിലായിരിക്കും അതൊക്കെ എന്തുണ്ടാവുക, തെറ്റിപ്പോവുക. പക്ഷെ ഇവിടെ നിന്ന് വളരെ എളുപ്പമാണെന്നുള്ളൊരു വിചാരം, നമ്പേഴ്സ് അല്ലേ എന്നുള്ളൊരു വിചാരം കൊണ്ട് നമ്മൾ തെറ്റിക്കും. നമ്പേഴ്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇൻറ്റു ചെയ്യാൻ മറക്കാം, ഡിവിഷൻ ചെയ്യാൻ മറക്കാം, മൈനസ് ഇടാൻ മറക്കാം, പ്ലസ് ഇടാൻ മറക്കാം. ഒരുപാട് മറവികൾ സംഭവിക്കും മെട്രിക്സിൽ. അതുകൊണ്ട് തന്നെ മെട്രിക്സിൽ നിന്ന് കിട്ടേണ്ട ഫുൾ മാർക്ക് നമുക്ക് കിട്ടാതെ പോകും. ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ അടുത്തത് ഞാൻ 1/2 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അവിടെ 2 ആണ് വരിക. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 4 × 4 16, 4 × 5 20. ഇനി ഞാൻ a + 4b ചെയ്ത് നോക്കുന്നു. a + 4b ചെയ്യുമ്പോൾ 1 + 0 1, 2 + -3 -1, 3 + 4 7, 0 + 2 2 വരും, -1 + 16 5 15 ആണ് വരിക. ചില അതിലൊക്കെ -15 ഇട്ട് വെച്ചവരുണ്ട്. അത് 15 ആണ് വരിക കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, അടുത്ത -3 + 20. -3 + 20 എത്ര വരും? നമുക്ക് 17 ആണ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് 2a - 3b കുറിച്ചിട്ടാണ്. 2a - 3b ചെയ്യുമ്പോൾ എക്കും ചേഞ്ച് വന്നിട്ടുണ്ട്, ബിക്കും ചേഞ്ച് വന്നിട്ടുണ്ട്. എക്ക് എന്താണ് ചേഞ്ച്? എയെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ബിയെ നമ്മൾ 3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ വന്ന 4b അവിടെ കഴിഞ്ഞു, അതൊക്കെ അവിടെ മാറ്റി നിർത്തുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് തന്നിരുന്ന എനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, തന്നിരുന്ന ബിയെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ചിലർ ഇതൊക്കെ ചെയ്തത് ശരിയാ, 2aയും 3bയും ഒക്കെ ചെയ്തെടുത്തത് ശരിയാ. പക്ഷേ ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2a - 3b ചെയ്യേണ്ടതിന് പകരം 2a + 3b ചെയ്തു വെച്ചു. അപ്പൊ ഉത്തരം തെറ്റും. ഓക്കെ ആണല്ലോ? ഇതൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ 2a + 3b ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നതാണ് 2 25/4, 3 -3/2 -14 -21 ആണ്. അവിടെ മൈനസ് ടീച്ചർ വിട്ടുപോയി, കണ്ടോ? ഇത് തന്നെയാ പറഞ്ഞത്. അതായത് നമ്മൾ എത്ര നമ്മൾ നോക്കി ചെയ്താലും ചിലപ്പോൾ ഒരു കെയർലെസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ടീച്ചർ പെട്ടെന്ന് എന്തോ ചെയ്ത് വന്നപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു മിസ്സിങ് വന്നു, ആ മൈനസ് പോയി, കണ്ടോ? അപ്പൊ ടീച്ചർക്കും പറ്റും, നിങ്ങൾക്കും പറ്റും ഇതേ തെറ്റുകൾ. അപ്പൊ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് മനസ്സിലാക്കാതെ -21 ആണ്. അതുപോലെ പലയിടത്തും മൈനസ് നമ്മൾ വിട്ടു പോവാം, ചിലയിടത്ത് നമ്മൾ ബൈ എഴുതാൻ വിട്ടു പോവാം, ചിലടത്ത് നമ്മൾ ഇൻറ്റു ചെയ്യാൻ, അതായത് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടു പോവാം. അതൊക്കെ കൃത്യമായിട്ട് നോക്കി ചെയ്യുക. അപ്പൊ അത് -21 ആണ് കേട്ടോ. കാരണം -6 -15 എന്നാണ് വരുന്നുണ്ടായിരിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ടീച്ചർക്ക് പറയാനുള്ളത്, മെട്രിക്സുകൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും, രണ്ട് മെട്രിക്സുകൾ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, അപ്പോഴുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 2/3 മെട്രിക്സ് ആണ് എങ്കിൽ അതിന്റെ കൂടെ നമ്മൾ കൂട്ടാൻ പോകുന്ന ബി മെട്രിക്സ്, അതിപ്പോ 2b എടുത്ത് കൂട്ടാം, 3b എടുത്ത് കൂട്ടാം. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് രണ്ട് മെട്രിക്സ് അഡീഷനോ സബ്ട്രാക്ഷനോ ആയിട്ട് തന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഓർഡറുകൾ തുല്യമായിരിക്കണം. അതായത് എ 2/3 ആണെങ്കിൽ ബിയും നാച്ചുറലി എന്ത് തന്നെ വരണം? 2/3 തന്നെ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? അഡീഷനും സബ്ട്രാക്ഷനും സാധിക്കുള്ളൂ. ഇനി അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, അതൊന്നും ഇത്ര വലിയ ഇഷ്യൂ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നമ്പർ വെച്ച് എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് നമ്മൾ ഇവിടേക്ക് ഇപ്പൊ നോക്കണ്ട. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടീച്ചർ ഒരു ക്ലാസ് എടുത്ത് തരും. അപ്പൊ മൾട്ടിപ്ലിക്കേഷനും സ്കേലാറും ഇതുപോലെ നമ്പർ വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ വ്യത്യാസം എന്താണെന്നുള്ളത് ടീച്ചർ അപ്പോൾ ഒന്നുകൂടി വിശദമായിട്ട് പറയും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഓക്കെ ആണ് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞ കാര്യം മൈൻഡിൽ വെക്കുക. എയും ബിയും, 2 മെട്രിക്സോ 3 മെട്രിക്സോ എത്ര മെട്രിക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ കൂട്ടാനും കുറയ്ക്കാനും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം ഡിഫറൻസിയേഷന്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇട്ടുണ്ടായിരുന്നത് അല്ലേ? ആദ്യത്തെ ചോദ്യം ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് √sec(x) എന്നായിരുന്നു. നമ്മൾ √sec(x)ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ബേസിക്കലി നിങ്ങൾ അറിയണം, നമുക്ക് സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തുട്ടാ? ടീച്ചർ ഫസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ ടീച്ചറാണ് ഇക്വേഷൻസ് പറഞ്ഞത്. d/dx ഓഫ് √x. √x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 √x. ഇവിടെ √x-ൽ എക്സിന് പകരം വേറെ എന്തോ സംഭവം എടുക്കണേ. ശരിക്കും നമുക്ക് എന്താ വരണ്ടേ? എക്സ് ആണ് അവിടെ വരുന്നത്. പക്ഷെ എക്സിന് പകരം നമ്മൾ ഇവിടെ
എന്തോ ഒരു സംഭവം തിരികെ വെച്ചിരിക്കുക. ആ സംഭവമാണ് എന്ത്? സീക്ക് എക്സ്. അവിടെയാണ് നമ്മൾ പുതിയ സംഭവം യൂസ് ചെയ്യണേ, അതായത് പുതിയ മെത്തേഡ്. അതിനെ വിളിക്കും നമ്മൾ ചെയിൻ റൂള്. ചെയിൻ റൂളിന്റെ ക്ലാസ് നിങ്ങൾ പഠിച്ചവരാണ്, ക്ലാസ് കേട്ടവരാണ്. അപ്പോൾ ചെയിൻ റൂൾ എങ്ങനെ ഉപയോഗിക്കണം നോക്കൂ. നമ്മൾ 1/2 റൂട്ട് എക്സ് ആണ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞത്. പക്ഷെ എക്സിന് പകരം അവിടെ മൊത്തത്തിൽ എന്താ കിടക്കണേ? സീക്ക് എക്സ് ആണ് കിടക്കുന്നത്. ഇത് കോമ്പിനേഷൻസ് ആണ്, അതായത് കോമ്പോസിഷൻ ഫംഗ്ഷൻസ് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഫംഗ്ഷൻസ് ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് എൻ്റെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിലൊരു എക്സ് ഉണ്ടായിരുന്നു. ആ എക്സിന് പകരം ഞാൻ വേറൊരാളെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ? ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. എനിക്ക് റൂട്ട് എക്സിൽ എക്സിന് പകരം ഞാൻ അവിടെ സീക്ക് എക്സിനെ കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്തു. അതാണ് എന്ത് സംഭവിക്കണേ? ഈ റൂട്ട് എക്സ് മാറി റൂട്ട് സീക്ക് എക്സ് ആയിട്ട് വന്നത്. അപ്പൊ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് സാധാരണ എന്താണ്? 1/2 റൂട്ട് എക്സ്. അത് നമ്മൾ എടുക്കണം. പക്ഷെ ഇവിടെ റൂട്ട് എക്സിൽ എക്സ് ആണോ നിൽക്കണേ? അല്ല, സീക്ക് എക്സ്. അതുകൊണ്ട് നമ്മൾ ഉത്തരം എന്തായി? 1/2 റൂട്ട് എക്സ് എന്നായി. അപ്പോഴുണ്ട് സീക്ക് എക്സിന് 2 റൂട്ട് സീക്ക് എക്സ് എന്നായി. അപ്പൊ നമ്മുടെ സീക്ക് എക്സിന് വിഷമവും. കാരണം എന്താ? ഞാൻ കഷ്ടപ്പെട്ട് എക്സിന്റെ സ്ഥാനത്ത് കയറി വന്നിട്ട് എന്നെ ഡിഫറൻസിയേഷൻ ചെയ്യണില്ല. അങ്ങനെ നമുക്ക് പാർഷ്യാലിറ്റി ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവും കൂടി എടുത്തെഴുതാണ്. പക്ഷെ അത് എടുത്തെഴുതുമ്പോൾ വെറുതെ എടുത്തെഴുതിയാൽ പോരാ, ഇൻറ്റു ഇട്ടിട്ട് വേണം എടുത്തെഴുതാൻ. അത് എവിടെ എഴുതണം? ന്യൂമറേറ്ററിൽ വേണം എഴുതാനായിട്ട്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പൊ റൂട്ട് സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് സീക്ക് എക്സ്. പക്ഷെ സീക്ക് എക്സ് അവിടെ കഷ്ടപ്പെട്ട് വന്നിരുന്നതാ അല്ലെ? എന്റെ സ്ഥലത്ത് കയറി സീക്ക് എക്സ് ഇരുന്നിട്ട് അവന് വിഷമായി, അവനെ ഡിഫറൻസിയേഷൻ ചെയ്യണ്ടായിപ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവനെ അവരെ ഡിഫറൻസിയേഷൻ ചെയ്തു. കംപ്ലൈന്റ് ഇല്ലല്ലോ. എന്ത് വന്നു? സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഇതെങ്ങനെയാണ് നമ്മൾ ഈ 1/2 റൂട്ട് എക്സിന്റെ കൂടെ എഴുതേണ്ടത്? ഇൻറ്റു ഇട്ടിട്ട്, അതായത് ആ ഇൻറ്റു ആണ് ഞാനവിടെ ഒരു ഡോട്ട് ആക്കി കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ബേസിക് കാര്യമാണ്. അടുത്തത് രണ്ടാമത്, ഇത് കുറെ പേര് സീക്ക് എക്സ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 2 റൂട്ട് എക്സ് എന്ന് പറഞ്ഞ് വളരെ നല്ല ഭംഗിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മിസ് ഇത്രയും പറയുള്ളൂ. നിങ്ങൾ ചെയിൻ റൂൾ ചെയ്താലും ശരി, ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാം. പക്ഷെ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ഇതിനെ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇടണം കാണാം. അതായത് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, ഇതിങ്ങനെ ഒന്ന് മാറ്റിക്കൂടെ, ഇതിങ്ങനെ ട്രിഗണോമെട്രി യൂസ് ചെയ്തൂടെ. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ മേക്കപ്പ് ഇടാൻ നിന്നാൽ മതി കേട്ടോ. അല്ല എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഇത്ര രീതി അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും. ഓക്കെ ആണല്ലോ? ശരി. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇപ്പത്തെ സൈഡിൽ നോക്കൂ കേട്ടോ. d/dx ഓഫ് കോട്ട് ക്യൂബ് എക്സ്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, പലരും ഇത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആരുടെയും വലിയ കാര്യമായിട്ടൊന്നും ശരിയായിട്ടില്ല. ഓക്കെ, നമ്മൾ നോക്കിയത് ഇവിടെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ കോട്ട് ക്യൂബ് എക്സും കോട്ട് എക്സ് ഓൾ ക്യൂബും ഈക്വൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ടത്? കോട്ട് ക്യൂബ് എക്സും കോട്ട് എക്സ് ഓൾ ക്യൂബും. ചിലർക്ക് അപ്പ സംശയം വരും, കോട്ടെക്സ് ക്യൂബ് വേറെയാണ്. അതായത് കോട്ടിന്റെ ഉള്ളിൽ എക്സ് ക്യൂബ് കയറ്റുമ്പോഴാണ് കോട്ട് എക്സ് ക്യൂബ് എന്ന് പറയുന്നത്. ഇത് കോട്ടെക്സിന് മൊത്തത്തിൽ ക്യൂബ് വരുന്നതാണ് എന്ത്? കോട്ട് ക്യൂബ് എക്സ്. ക്യൂബ് കഴിഞ്ഞിട്ടാണ് എക്സ് എങ്കിൽ ഈ കോട്ടെക്സിന് മുഴുവനായിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ക്യൂബ് കൊടുക്കുന്നത്. ഇപ്പൊ കോട്ട് റേസ് ടു 7x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കോട്ടെക്സ് നമ്മൾ എഴുതിയിട്ട് അതിനൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് റേസ് ടു 7 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഞാനിതിനെ ആദ്യം തന്നെ അങ്ങനെ ഒന്ന് മാറ്റി, കോട്ട് ക്യൂബ് എക്സ് എന്നതിനെ ഞാൻ കോട്ടെക്സ് ഓൾ ക്യൂബ് എന്നാക്കി. അല്ലാതെ കോട്ടെക്സിന് മാത്രമല്ല ക്യൂബ് കൊടുത്തത്, ഓൾ ക്യൂബ് എന്നാണ് ഇടുന്നത്. കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കിയപ്പോഴുണ്ട് എക്സ് ക്യൂബ് ആണ് ശരിക്കും വരേണ്ടിയിരുന്നത്. ടീച്ചർ നേരത്തെ പറഞ്ഞ റൂട്ട് എക്സ് ആണ് വരേണ്ടിയിരുന്നത്. ആ റൂട്ട് എക്സ് എക്സിന് പകരം സീക്ക് എക്സ് ഇടിച്ച് കയറി വന്നിരിക്കുകയാണ് അവിടെ. ഇവിടെ ആക്ച്വലി എക്സ് ക്യൂബ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. ആ എക്സിന് പകരം ആരാണ് ഇടിച്ച് കയറി വന്നിരിക്കുന്നത്? കോട്ടെക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². അപ്പൊ 3 ഇൻറ്റു എക്സിന് പകരം എന്താ? കോട്ടെക്സ് ഓൾ സ്ക്വയർ കൊടുക്കണം. ഇനി എന്ത് വേണം? നമ്മൾ ചെയിൻ റൂൾ വന്നിട്ടുണ്ട് അല്ലേ? കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോ കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് എന്നിട്ടാ മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. ഇത് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുക. ചിലർ ഇതിലൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. -3 നമുക്ക് വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുത്തിട്ട് -3 ഇൻറ്റു കോട്ട് സ്ക്വയർ എക്സ് ഇൻറ്റു കൊസീക് സ്ക്വയർ എക്സ് എന്ന് എഴുതുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല.
ഓക്കെ, ഇനി അല്ല ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ തൊട്ട് മുന്നത്തെ ചോദ്യം വെച്ച് സ്റ്റെപ്പിൽ വെച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഒന്നുകൂടി ടീച്ചർ പറയുകയാണ്, കോട്ട് ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ ആ കോട്ട് എക്സ് ഓൾ ക്യൂബ് ആക്കി ആദ്യം നിങ്ങൾ എഴുതുക. ഇനി എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² ആണ്. പക്ഷെ എക്സിന് പകരം എന്താണ് വന്നിരിക്കുന്നത്? കോട്ട് എക്സ്. അപ്പൊ 3 കോട്ട് എക്സ് ഓൾ സ്ക്വയർ. അത് സ്ക്വയർ വേണമെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ടും തെറ്റില്ല. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി കോട്ടെക്സിന് അപ്പൊ വിഷമാവൂലെ, നേരത്തെ സീക്കെക്സിന് വിഷമായ പോലെ, അതുകൊണ്ട് നമ്മൾ കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തു. അതാണ് എന്ത്? മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അതറിയാലോ അല്ലെ, കോട്ടെക്സിന്റെ ഒക്കെ ഡെറിവേറ്റീവ് പഠിച്ചു വെക്കുക കേട്ടോ. ശരി, അടുത്തത് നമ്മൾ നോക്കി നോക്കൂ. d/dx ഓഫ് സൈൻ ടാൻ എക്സ് സ്ക്വയർ. ഇവിടെ സൈൻ ആണ് ഏറ്റവും പുറത്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ സൈനിന്റെ ഉള്ളിൽ ഒരു എക്സ് ഉണ്ട്. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ. ആ എക്സിന് പകരമാണ് ആര് കയറി വന്നിരിക്കണേ? ടാൻ എക്സ് കയറി വന്നിരിക്കണേ. അപ്പോഴും അവിടെ ഒരു പ്രശ്നം, സൈനിന്റെ ഉള്ളിൽ ടാൻ എക്സ് കയറി വന്നു. ഓക്കെ, സൈൻ എക്സിൽ എക്സിന് പകരം ടാൻ എക്സ്, അപ്പൊ സൈൻ ടാൻ എക്സ് എന്നായിട്ട് അത് മാറി. അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടാൻ എക്സിലെ എക്സിന് പകരം ആര് കയറി വന്നിരിക്കുകയാണ്? എക്സ് സ്ക്വയർ കയറി വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് മൊത്തത്തില് ഒരു ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലെ, ഇങ്ങനെ കുത്തി കയറി വന്നിരിക്കുക. തിരക്ക് പിടിച്ച എല്ലാവരും കൂടി ഒരു ഫംഗ്ഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഓക്കെ അല്ലെ. അപ്പൊ എന്താ പറയണേ? സൈൻ ഓഫ് ടാൻ എക്സ് സ്ക്വയറില് സൈൻ ഉണ്ട്, ടാൻ ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ ആദ്യം ആരോടെ നമ്മൾ ചെയ്യണം? സൈനിന്റെ ചെയ്യണം. അപ്പൊ സൈനിന്റെ ഡെറിവേറ്റീവ് എന്നിട്ടാ കോസ് എക്സ് അല്ലെ. കോസ് എക്സ് എന്ന് പറയുമ്പോ എക്സിന് പകരം ആരെവിടെ? ടാൻ ആണ്. അപ്പൊ ടാൻ എക്സ് ആണോ? ടാൻ എക്സ് സ്ക്വയർ. അതെ, ഇൻഡൂലിടണം ടീച്ചർ പറഞ്ഞല്ലോ. ചെയിൻ റൂൾ ചെയ്യുന്നത് എന്തും നമ്മൾ ഇൻഡൂലിടണം. കുറെ പേര് അവിടെ പ്ലസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് തെറ്റാണ്. ഓക്കെ, നമ്മള് ചെയിൻ ആയിട്ട് ചെയ്തു. അപ്പൊ ഇൻഡു ചെയ്തിട്ടാണ് വരേണ്ടത്. അടുത്തത് നോക്കൂ, നമുക്ക് വേണ്ടത് സീക് സ്ക്വയർ എക്സ് സ്ക്വയർ എന്നുള്ള ടേമാണ്. അത് എവിടുന്ന് വന്നേ? നമുക്കറിയാം സൈൻ എക്സിൽ എക്സിന് പകരമാണ് ടാൻ കയറി വന്നിരിക്കുന്നത്. സൈനിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ടാനിന്റെ വശമായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടാനിന്റെ ഡെറിവേറ്റീവ് എടുത്തു. ടാനിന്റെ ഡെറിവേറ്റീവ് എന്നിട്ട് ആ സീക് സ്ക്വയർ എക്സ് ആണ്. അവിടെ എക്സ് ആണോ എടുക്കണേ? അല്ല, എക്സ് സ്ക്വയർ ആണ്. അപ്പൊ സീക് സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു കഴിഞ്ഞിട്ടില്ല, അവിടെ എക്സ് അല്ലല്ലോ എടുക്കണേ, എക്സ് സ്ക്വയർ അല്ലേ എടുക്കണേ. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ എക്സ് സ്ക്വയർ വശമാവില്ലേ? എക്സ് ആണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യണ്ട, കഴിഞ്ഞു. അതായത് അവിടെ ഇപ്പോ സൈൻ ടാൻ എക്സ് എന്നായിരുന്നെങ്കിൽ കോസ് ടാൻ എക്സ് ഇൻറ്റു സീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ ഉത്തരം കഴിഞ്ഞാണ്. പക്ഷെ ഇവിടെ നമുക്ക് വരുന്നത് കോസ് ടാൻ എക്സ് സ്ക്വയർ ഇൻറ്റു സീക് സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു 2x. അതിന്റെ 2x വരാൻ കാരണം എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കൂടി നമ്മൾ അവിടെ എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റീഅറേഞ്ച് ചെയ്യാം. 2x ഏറ്റവും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെ കോസ് ടാൻ എക്സ് സ്ക്വയർ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. വളരെ വല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? മേക്കപ്പ് ഇടരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, വല്ലാതെ മേക്കപ്പ് ഇട്ട് എന്ത് സംഭവിക്കും? ഓവർ മേക്കപ്പ് ആയിട്ട് പോകും, വൃത്തിയില്ലാണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ എഴുതി വരുമ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി തെറ്റിക്കും. ഓക്കെ ആണല്ലോ. കാരണം ഈ എക്സ് സ്ക്വയർ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ എക്സിനെ നിങ്ങൾക്ക് ഈ ടാൻ്റെ കൂടെ ചേർക്കാൻ തോന്നും, അല്ലെങ്കിൽ സീക്കിന്റെ കൂടെ. ഭയങ്കര ബുദ്ധിമുട്ടാതൊക്കെ. അതൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഇത്ര ചെയ്ത് അവസാനിപ്പിക്കും. ഓക്കെ ആണല്ലോ. ഈ 3 ചോദ്യം ഓക്കെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് ടീച്ചർ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് d/dx അല്ലെ. d/dx ഓഫ് സൈൻ സ്ക്വയർ എക്സ് ക്യൂബ് d/dx ഓഫ് റൂട്ട് എക്സ് സ്ക്വയർ. അവിടെ d/dx അറിയാതെ വന്നു പോയതാണ്. ആക്ച്വലി ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് ക്യൂബ് പിന്നെ അതുപോലെ റൂട്ട് എക്സ് സ്ക്വയർ ആണ് വരേണ്ടത് കേട്ടോ. ടീച്ചർ ടൈപ്പ് ചെയ്തതിന് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ d/dx ഓഫ് സൈൻ സ്ക്വയർ എക്സ് ക്യൂബ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ക്വയറിനെ ഞാൻ ഓൾ സ്ക്വയർ ആക്കി ആദ്യം മാറ്റി എഴുതി. അപ്പൊ d/dx ഓഫ് സൈൻ എക്സ് ക്യൂബ് ഓൾ സ്ക്വയർ. ആ എക്സ് ക്യൂബ് പുറത്തെടുക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു. അത് ആ എക്സിന് മാത്രമുള്ളതാണ്. അതിൽ നടുക്ക് വരുന്ന സ്ക്വയർ, നടുക്ക് വരുന്ന ക്യൂബ്, അല്ലെങ്കിൽ ആ സെന്ററിൽ വരുന്ന റേസ് ടു ആണ് നമ്മൾ പുറത്തേക്ക് എഴുതുക കേട്ടോ. ഇനി എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. അതാണ് നമ്മളവിടെ എഴുതുന്നത്. 2 സൈൻ എക്സ് ക്യൂബ് ഓൾ റേസ് ടു 1. 2x എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ? ശരി, ഇനി എന്ത് വേണം? സൈനിന്റെ വിഷമാവും. അപ്പൊ എന്ത് എഴുതി? നമ്മുടെ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ക്യൂബ്. അപ്പൊ എക്സ് ക്യൂബിന് വിഷമാവില്ലേ? അപ്പൊ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ത് എഴുതി? നമ്മള് 3x സ്ക്വയർ. അത്രേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ 3ഉം 2ഉം കൂടി ഇൻഡ്യൂ ചെയ്തിട്ട് 6 ആക്കാം. നിങ്ങൾക്ക് 6x സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ക്യൂബിന്റെ കോസ് എക്സ് ക്യൂബ്. ഇത് വളരെ കുറെ പേര് ചെയ്തിട്ടുണ്ട്, ശരിയാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലാതെ ടീച്ചർ പറയണില്ല, പക്ഷെ കുറച്ച് പേര് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻസ് ക്ലിയർ ആയി എന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. സൈൻ
സ്ക്വയർ എക്സ് ക്യൂബിലെ ആ സ്ക്വയർ ഓൾ സ്ക്വയർ ആണ്, അത് പുറത്തെടുത്തു. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്, എക്സിന് പകരം സൈൻ എക്സ് ക്യൂബ് ആണ്. അപ്പൊ 2 സൈൻ എക്സ് ക്യൂബ്. അപ്പൊ നമ്മുടെ സൈനിന് വിഷമായി, അപ്പൊ നമ്മൾ സൈനിന്റെ ഡെറിവേറ്റീവ് ചെയ്തു. അപ്പൊ എന്തായി കോസ് എക്സ് ക്യൂബ്. അപ്പൊ നമ്മുടെ എക്സ് ക്യൂബിന് വിഷമായി, അപ്പൊ നമ്മുടെ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുത്തു 3x². ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താ, എക്സ് ക്യൂബ് എക്സ് ആയിട്ട് എക്സിന്റെ ക്യൂബ് കുഴപ്പമില്ല, നമുക്കറിയാം 3x² ആണ്. ഇനി ചിലർക്കുണ്ടാവും ഇനി x² ഡെറിവേറ്റീവ് എടുക്കണം, പിന്നെ എക്സിന് വേണ്ട, അത് മതി, ഇത്ര ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ശരി, അടുത്തൊരു ചോദ്യം, d/dx ഓഫ് √x². ഇത് എന്തൊക്കെയോ കുറെ പേര് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, അവിടെ √x² ഇട്ടിരിക്കണേ. ഈ റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവില്ലേ? ക്യാൻസൽ ചെയ്ത് പോവില്ലേ? കാരണം എന്താ, റൂട്ടും സ്ക്വയറും കൂടി നമുക്കറിയാം x² റൂട്ട് എടുത്താൽ അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു, √x ഹോൾ സ്ക്വയർ എടുത്താലും റൂട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇംപ്രൂവ്മെന്റ് എക്സാമിന് +1 ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങളുടെ ചേച്ചിമാര് സീനിയേഴ്സ് എഴുതിയില്ലേ, നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയപ്പോൾ ഇതുപോലൊരു ചോദ്യം വന്നു. അത് കോസിലേക്കും സൈനിലേക്കും. അതെങ്ങനെയാണ് വന്നത്, d/dx ഓഫ് sin²x + cos²x. നമുക്കറിയാം d/dx ഓഫ് sin²x + cos²x. sin²x + cos²x എന്നിട്ട് 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ട്രിഗണോമെട്രിയില്, ആരോർക്കണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും sin²x + cos²x 1 ആണ്. ചോദ്യം എന്നിട്ട് ആക്ച്വലി d/dx ഓഫ് sin²x + cos²x ഒന്നുമില്ല, d/dx ഓഫ് 1 ആണ്. ആ 1 അവരൊന്നൊരു ഭംഗിയിൽ കുറച്ചുകൂടി മാത്തമാറ്റിക്കലി കൊടുത്തു, 1 മാർക്കുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിൾ സംഭവമായിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക. ടീച്ചറും അതേ മോഡലിൽ ഒരു ചോദ്യം ഇട്ടതാണ്, d/dx ഓഫ് √x². +1 നോളേജ് മതി ഇത് ചെയ്യാനായിട്ടുണ്ട്. റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസൽ ചെയ്തു, അപ്പൊ d/dx ഓഫ് x ആയിട്ട് മാറി. d/dx ഓഫ് x എത്രയാ? 1. ഇതാണ് ഈ 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിച്ചിട്ടുള്ള ചോദ്യമാണ് 5ാമത്തെ ചോദ്യം. ഈ ഒരു ചോദ്യം ഞാൻ ആൻസർ മാത്രം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒരു ക്ലാസ് ആയിട്ട് എടുക്കുന്നതാണ്. അവിടെ ഇതായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ചോദ്യം എങ്ങനെയായിരുന്നു, ഫൈൻഡ് AB ആൻഡ് BA, ചെക്ക് വെദർ AB = BA. ഇവിടെ ഒരു കാര്യം, BA നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, അപ്പൊ പിന്നെ AB ≠ BA ആണെന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അടുത്ത കാര്യമാണ് ABയുടെ ആൻസർ എങ്ങനെയാണ് -2 4 -7 എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ചെറിയൊരു മെട്രിക്സ് വന്നതായിരിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ ഈ ഒരു ചോദ്യം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാക്കി 4 ചോദ്യങ്ങൾ വളരെ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കമന്റ്സ് നോക്കി വെച്ചിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് കേട്ടതിന് നന്ദി. താങ്ക് യു.